രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്ന പൂച്ചെടിയായ ജർബറയെക്കുറിച്ചാണ്. ആസ്ട്രേസിയ എന്ന ഡെയ്സി കുടുംബത്തിൽപ്പെടുന്ന ഈ ചെടി ജർബറ ഇമോസോണിൽ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ജന്മദേശം ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ഇന്ന് ലോകമെമ്പാടും പൂത്തോട്ടങ്ങളിലും വീടുകളിലും കട്ട് ഫ്ലവർ വ്യവസായത്തിലും ഒക്കെ ഒന്നാമത് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ വളർത്തപ്പെടുന്ന ഒരു ചെടിയാണ് ജർബറ. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, പീച്ച് തുടങ്ങി നിരവധി നിറങ്ങളിൽ ഈ ചെടികൾ പൂക്കും. ഇതിൽ വളരെ മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞല്ലോ. അധികം ഉയരം വരാതെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ ശരിയായ പരിചരണം നൽകുകയാണെങ്കിൽ വർഷത്തിൽ പലതവണ ഈ ചെടികളിൽ പൂക്കൾ ഉണ്ടാകും. ഇതെങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് അവസാനമായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ നടീൽ രീതി പറയാം. ഇനി ഈ ചെടിക്കുണ്ടല്ലോ, വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. അതിനായിട്ട് 40% ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ഗാർഡൻ സോയിൽ എന്ന് പറയില്ലേ, അത് 30% കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, പിന്നെ ഒരു 20% മണൽ, പിന്നെ 10% കൊക്കോപിറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ നടിയിൽ മിക്സ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ്. കൊക്കോപിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ച കരിയില ചേർത്താലും മതിയേ. എന്നിട്ട് ഈ പോട്ടി മിക്സ് നമ്മൾ ഒരു 6 മുതൽ 8 ഇഞ്ച് വരെ വലിപ്പമുള്ള പോട്ടുകളിൽ നന്നായിട്ട് ഡ്രെയിനേജ് വേണം. പോട്ടിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ശകലം കരിക്കട്ടയോ അല്ലെങ്കിൽ ചകിരീൻ്റെ കഷ്ണങ്ങളോ ഈ പോട്ടിൻ്റെ അടിയിൽ നിരത്തി കൊടുക്കുക. അതിനുശേഷം നല്ല എയർ ടൈറ്റായിട്ട് ഈ പോട്ടി മിക്സ് നമുക്ക് അതിൽ നിറച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ചെടി നടാം കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 4 മണിക്കൂർ മുതൽ ഒരു 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലമായിരിക്കണം ഇതിന് തിരഞ്ഞെടുക്കുന്നത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇതിൽ നല്ല വളർച്ചയും ധാരാളം പൂക്കളും ഉണ്ടാവുമേ. ഇനി ഇതിൻ്റെ നനവ് നോക്കാം നമുക്ക്. മണ്ണിൻ്റെ മുകൾ ഭാഗം നമ്മൾ പോട്ടി മിക്സിൽ കൈവച്ച് നോക്കുമ്പോൾ അല്പം ഉണങ്ങി തുടങ്ങുകയാണെങ്കിൽ മാത്രം വെള്ളം കുറച്ച് വെള്ളം കൊടുത്താൽ മതി. അതുപോലെ ഇതിന് ഇലകളിൽ കൂടെ ഒരുപാട് വെള്ളം ആവാതെ സൂക്ഷിക്കുകയും വേണേ. വെള്ളം അധികമാവുക അല്ലെങ്കിൽ ചോട്ടിൽ കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചെടി ചീഞ്ഞു പോയിട്ട് ഇലകൾക്ക് മഞ്ഞ നിറം വരും. ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം വെള്ളം കൂടുതലായിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇതിന് വെള്ളം ഒഴിവാക്കി കളഞ്ഞ് ഒന്നുകിൽ ഇതിൻ്റെ പോട്ട് മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറഞ്ഞ വെള്ളം ഒരുപാടൊന്നുമില്ല, കുറച്ചാ കൂടുതലെന്ന് വെച്ചാൽ ഒന്ന് വെയിലത്തേക്ക് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ വളപ്രയോഗം നോക്കാം കേട്ടോ. മാസത്തിൽ ഒരു തവണ ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ മാസത്തിലൊരിക്കൽ NPK 19-19-19 അല്ലെങ്കിൽ 13-27-27 എന്ന വളം കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതാണ്, നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും. ഇനി ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഈ ചെടീൻ്റെ വാടിയ ഇലകളും വാടിയ പൂക്കളും അതുപോലെ ഉണങ്ങിയ ഇലകളും ഒക്കെ അതാത് സമയത്ത് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ പൂക്കൾ വേഗത്തിൽ വരും. അതേപോലെ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. ജർബറ പൂന്തോട്ടത്തിന് നിറവും ഭംഗിയും നൽകുന്ന മനോഹരമായ ഒരു ചെടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ജർബറയെങ്കിലും വാങ്ങി ഒന്ന് നട്ടു നോക്കണേ. ഇനി ഞാനൊരു രഹസ്യം പറയാം കേട്ടോ. എന്താ അറിയോ, അടുത്ത ഏതെങ്കിലും ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ അവർക്ക് കൊടുത്താൽ അവർ വാങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനവും ആവും, വീട്ടിൽ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടവും ആവും. ഇങ്ങനെയുള്ള കൂടുതൽ ഗാർഡനിങ്ങിൻ്റെ വീഡിയോകൾ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഈ പേജ് ഈ വീഡിയോ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും. എനിക്ക് വളർന്നു വരുന്ന ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് എനിക്കും അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വേറെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു, ഈ ചെടികൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് കേട്ടോ. ഈ കാണുന്ന ഇതേ സൈസിലുള്ള ചെടികളാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ.